നമസ്കാരം എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന സെഗ്മെന്റ് എത്തി, ഗെയിം സീരീസ്. ഇന്നത്തെ എപ്പിസോഡിൽ ആൻഡ്രോയിഡിലത്തേക്ക് 4 ഗെയിമും ഐഫോൺ യൂസേഴ്സിന് വേണ്ടിയിട്ട് 3 ഗെയിമുമാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഐഫോണിൽ പരിചയപ്പെടുത്താൻ പോകുന്ന 3 ഗെയിമും ആൻഡ്രോയിഡിലേക്ക് റിലീസാവും. ഇതുവരെ റിലീസ് ആയിട്ടില്ല, പക്ഷേ സോൺ നിങ്ങൾക്ക് ആൻഡ്രോയിഡിലും കളിക്കാൻ പറ്റുന്നതാണ്. ഒന്നാമത്തെ നമ്മുടെ ഗെയിം എന്ന് പറയുന്നത് ഹാപ്പി സോൺ. ഇതിന് മുന്നേ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതേ സിമിലർ ആയിട്ടുള്ളൊരു ഗെയിം. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു മൾട്ടിപ്ലെയർ ഗെയിമാണ്. ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന POV എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓവർ ഹെഡ് ഷോട്ടാണ്. അതായത് ഒരു ഡ്രോണിൽ ക്യാമറ വെച്ചിട്ട് നമ്മളെങ്ങനെ ഒരാളെ വീക്ഷിച്ചാൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു POV ആണ് ഈ ഒരു ഗെയിമിനകത്ത് വരുന്നത്. ഗെയിം വളരെ സിമ്പിളാണ്. ബേസിക്കലി ഗെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജയിലിലാണ് നിങ്ങളുള്ളത്. ആ ജയിലിൻ്റെ സെല്ല് തുറന്നിട്ട് നിങ്ങളെ വിടുകയാണ്. അതേപോലെ തന്നെ ജയിലിൻ്റെ വേറെ സൈഡിലുള്ള എനിമീസുമായിട്ടാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടത്. ഫൈറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ആക്ച്വലി ഗണ്ണും കാര്യങ്ങളൊന്നും ആദ്യമേ കാണൂല. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ലോഡ് ഔട്ട് സെറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോ പെട്ടികൾ വെച്ചിട്ടുണ്ടാവും. ഈ പെട്ടീനെ ഇടിച്ചു കഴിഞ്ഞാൽ പെട്ടി പൊട്ടിയിട്ട് പെട്ടിക്കകത്തുനിന്ന് റോക്കറ്റ് ലോഞ്ചറും ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ഇതേപോലുള്ള സാധനങ്ങൾ കിട്ടും. ഇതെല്ലാം എടുത്തുകൊണ്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യുക. ഇനി നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അടുത്ത് നിൽക്കുന്നവരെ ഇടിച്ചു കൊല്ലാനും നിങ്ങൾക്ക് പറ്റും. ഇതിനകത്തുള്ള ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, നിങ്ങളുടെ പുറകിൽ നിന്ന് ഒരു സോണ് പോലത്തെ ഒരു സാധനം ഇങ്ങനെ കയറി വരും. സോണിൻ്റെ അകത്ത് പെടാതെ, ആരുടെ കണ്ണിലും പെടാതെ ഫൈറ്റ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് എത്താന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. ഫൺ ഗെയിമാണ്. ഇത് ഭയങ്കര ഹാർഡ് ആക്കുന്നത് വേറൊന്നുമല്ല, നമ്മൾ റിയൽ ആയിട്ടുള്ള മനുഷ്യരുമായിട്ടാണ് കളിക്കേണ്ടത്. നമ്മുടെ മിനി മിൽക്ക് ഷേക്ക് പോലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗ്രാഫിക്സ് അല്ല ഇതിനകത്ത് വരുന്നത്, ഒരു ആനിമേറ്റഡ് ഗ്രാഫിക്സ് ആണ്. പക്ഷേ ഭയങ്കര കിടലൻ ഗെയിമാണ്, ഇരുന്ന് കളിച്ചു പോകും. രണ്ടാമത്തെ നമ്മുടെ ഗെയിമാണ് ഫ്യൂച്ചർ വാർഫെയർ. ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ 2050 ശേഷം ഏതൊരു വർഷത്തിൽ നടക്കുന്ന ഒരു വാറാണ്. അതിൻ്റെ അകത്ത് നമ്മൾ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീനറീസും മെഷീൻ ഗൺസും തോക്കുകളും റോബോട്ട്സും ഡ്രോണും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നു, നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ പോലെ. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ ഇതിൻ്റെ സ്റ്റോറി ലൈൻ, രണ്ടാമത്തത് ഇതിൻ്റെ ഗ്രാഫിക്സ് അന്യായമായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമാണ്. ആൻഡ് ഇതിൻ്റെ ഗെയിം മെക്കാനിസം ഭയങ്കര സ്മൂത്താണ്, അതായത് ഭയങ്കര റിയലിസ്റ്റിക് ആണ്. എങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ വെടി കൊള്ളത്തില്ല. വളരെ അക്യുറേറ്റ് ആയിട്ടും വളരെ പ്രിസൈസ് ആയിട്ടും കളിക്കേണ്ട ഒരു ഗെയിമാണ്. എനിക്ക് ഫേവറേറ്റ് ആയിട്ട് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ, പണ്ട് കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ കളിക്കുന്ന തരത്തിലുള്ള ഒരു ലെവൽ ഓഫ് സ്റ്റോറി മേക്കിംഗ് ഈ ഒരു ഗെയിമിനകത്തുണ്ട്, വിച്ച് ഈസ് വെരി നൈസ്. അടുത്ത നമ്മുടെ ഗെയിമാണ് പോളിവാർ ആക്ച്വലി ഒരു FPV, അതായത് ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവിലാണ് വരുന്നത്. അതായത് തോക്കിൻ്റെ ആ ഭാഗം മാത്രം വെച്ചിട്ടേ കാണാൻ പറ്റുള്ളൂ, നമുക്കൊരു മനുഷ്യനെ കാണാൻ പറ്റില്ല. ഇതിനകത്ത് മൾട്ടിപ്ലെയർ, സ്റ്റോറി മോഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് 1v1, 2v2, 4v2 എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ലെവലിൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. ഏക പ്രശ്നം, ഈ ഗെയിം ഞാനിപ്പോൾ കാനഡയിൽ നിന്ന് നോക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ റീജിയൻ ഫുള്ളായിട്ടിരിക്കുവാണ്. നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക, ആ സെർവറിൽ ചിലപ്പോൾ ഫ്രീ ആയിട്ട് സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കളിക്കാം. പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം എന്തെന്നറിയാമോ, ഓപ്പോസിറ്റ് വരുന്നവന്മാരൊക്കെ ഭയങ്കര കളിയാണ്. നമ്മൾ നിസ്സാരമായിട്ട്, ഞാനിപ്പോൾ ഒരു മൊബൈൽ ഗെയിം എന്ന് പറയുമ്പോൾ മൊബൈൽ ഗെയിമിൽ PUBG എന്ന ഗെയിമാണ് ഏറ്റവും കുറച്ച് ഹാർഡായിട്ടുള്ളൊരു ഗെയിം. അതിനപ്പുറത്തേക്ക് നമ്മളൊരു ഗെയിം കണ്ടിട്ടില്ല. പക്ഷേ ഈ ഗെയിം ഭയങ്കര ഹാർഡാണ്. ഗെയിമിൻ്റെ ഗ്രാഫിക്സ് നിങ്ങൾ നോക്കരുത്, ഗെയിമിൻ്റെ മെക്കാനിസം നിങ്ങൾ നോക്കരുത്. നമ്മൾ പറക്കും പോലെയൊക്കെ ചില സമയത്ത് ഫീൽ ചെയ്യും, ബട്ട് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഗെയിം. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അടുത്ത നമ്മുടെ ഗെയിമിൻ്റെ പേര് ഓവർടേക്ക് റേസ്. ഇത് ആക്ച്വലി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നൊരു ഗെയിമല്ല. ഞാൻ സമയം കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ തുടങ്ങിയൊരു ഗെയിമാണ്. എനിക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മാത്രം. എന്താ സംഭവം എന്നറിയാമോ, ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു നമ്മുടെ സബ്വേ സർഫേഴ്സ് കളിക്കില്ല, അതേപോലെ ഇങ്ങനെ വെച്ചിട്ടാണ് കളിക്കേണ്ടത്. ഇതിൻ്റെ അകത്തൊരു കാറുണ്ട്. ആ കാറിന് നമുക്ക് ഇഷ്ടംപോലെ രീതിയിൽ ട്യൂൺ ചെയ്യാനും കസ്റ്റമൈസ് ചെയ്യാനൊക്കെ പറ്റും. ആ കാറ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന കാറുകളെയൊക്കെ ഓവർടേക്ക് ചെയ്യണം. ഇത് നമ്മൾ നല്ല രീതിക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യും. അത് ഭയങ്കര രസമാണ്. ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് കുറയ്ക്കുന്ന ഒരു ഗെയിമെന്നാണ് ഇതിനെ പറയുന്നത്. വലിയ ഗുണമുള്ള ഗെയിമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് ഒരു ആഡ് ഓൺ ആയിട്ട് തന്നേ ഉള്ളൂ. ഇനി നമ്മുടെ ഐഫോണിലേക്ക് പോയാലോ. ഐഫോണിലേക്ക് വരുന്ന സമയത്താണ് ഗെയിമുകളുടെ ഇൻറ്റൻസിറ്റി കുറച്ച് കൂടുന്നത്. ഐഫോണിൻ്റെ അകത്ത് ഇപ്പോൾ റിലീസായിട്ടുള്ളതും എന്നാൽ ആൻഡ്രോയിഡിൽ ഇനി റിലീസാവുന്ന ഗെയിമിൻ്റെ പേര്, ഒന്നാമത്തത് ഓഫ് റോഡ് ലീഗ്. അന്യായ ഓഫ് റോഡ് ഗെയിം, ഭയങ്കര കിടിലൻ ഗ്രാഫിക്സ് എന്ന് പറയുന്ന സമയത്ത് സൂപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗ്രാഫിക്സ്. ഭയങ്കര പാടാണ് വണ്ടീനെ കൺട്രോൾ ചെയ്യാൻ. വണ്ടിയുടെ മൂവ്മെൻറ്റ്സും ആ ഒരു മെക്കാനിസവും അല്ലെങ്കിൽ ആ ഒരു നേച്ചറൊക്കെ ഭയങ്കരമായിട്ട് തന്നെ അത് കൊണ്ടുവന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു ഓഫ് റോഡ് വണ്ടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വണ്ടി വന്ന് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ കുലുങ്ങിയൊക്കെ ആയിരിക്കും. ആ സസ്പെൻഷൻ മൊത്തം കുലുങ്ങിയിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അതെല്ലാം ഇതിനകത്ത് പ്രോപ്പറായിട്ട് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളയ്ക്കുന്ന സമയത്ത് വണ്ടിയുടെ ഫിസിക്സിലുണ്ടാവുന്ന ചേഞ്ചസും, അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഹാർഡായിട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ ഫിസിക്സിലുണ്ടാവുന്ന
ചേഞ്ചുകളൊക്കെ ഭയങ്കര അക്യുറേറ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു സ്റ്റോറി മോഡ് ഗെയിമും മൾട്ടിപ്ലെയറും ഉണ്ട്. മൾട്ടിപ്ലെയർ എനിക്ക് ഇതുവരെ സെർവർ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. നാട്ടിൽ നിന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ചിലപ്പോൾ വെർത്തായിരിക്കും. സ്റ്റോറി മോഡ് ഭയങ്കര ലാഗാണ്. ഞാനിത് കളിക്കുന്നത് ചുമ്മാ വണ്ടി ഓടിക്കാനും ഓരോ വണ്ടി ട്രൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഐഫോണിലുള്ള രണ്ടാമത്തെ ഗെയിം. ഈ ഗെയിം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തന്നാൽ വലിയ സന്തോഷം. സ്നൈപ്പർ എലൈറ്റ് 4. ഈ ഗെയിമിൻ്റെ ആദ്യത്തെ മിഷൻ, സ്റ്റോറി മോഡിലെ ക്യാമ്പയിൻ്റെ ആദ്യത്തെ മിഷൻ നമ്മൾ കളിക്കുകയാണെന്ന് വെച്ചോ. ഒരു 100 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഏരിയയിൽ നമ്മളെ കൊണ്ടുവന്ന് ഇടും. എവിടെ നിന്നൊക്കെ വെടി വെക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം. നമ്മുടെ പുറകിൽ 2 ഗണ്ണും തന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു PC ഗെയിമിൻ്റെ റിപ്പ് ഓഫ് ആണ്. ആൻഡ് ഇതെങ്ങനെ കളിക്കണമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഞാൻ കുറേ നേരം ഇതിൻ്റെ പുറകിലിരുന്നു. ഞാൻ പറ്റുന്ന രീതിയിലെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ഇന്നേ വരെ ഇത് കളിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ എനിക്കും കൂടി പറഞ്ഞു പ്ലീസ്. ഫൈനലായിട്ടുള്ള നമ്മുടെ ഗെയിമാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആൻഡ് ഞാൻ ഏറ്റവും കൂടുതൽ ടൈം കളിക്കുന്നതുമായിട്ടുള്ള ഗെയിം. മേ ബി എനിക്ക് എയർലൈൻസും ഫൈറ്റർ ജെറ്റ്സും പ്ലെയിനൊക്കെ ഭയങ്കര ഇഷ്ടമായത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സ്കൈ കോമ്പാറ്റ് എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫൈറ്റർ ജെറ്റ് പൈലറ്റാണ്. ആ ഫൈറ്റർ ജെറ്റ് വെച്ചിട്ട് നമ്മൾ എനിമി ടെറിട്ടറീസിലൊക്കെ പോയിട്ട് എനിമീസിൻ്റെ ബേസുകളും അതുപോലെ തന്നെ അവരുടെ എയർക്രാഫ്റ്റും സർഫസ് ടു എയർ മിസൈൽ ഹബിനെ എല്ലാം നമ്മൾ തകർത്ത് കളയാന്നുള്ള വളരെ വളരെ കഷ്ടമായിട്ടുള്ള ഒരു ചലഞ്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഉള്ളത് പറയാലോ, ഭയങ്കര പാടാണ് കളിക്കാനായിട്ട്. ഭയങ്കര പാടാന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പ്ലെയിന് നിൽക്കത്തുമില്ല. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഈ സാമാനം പോയി ഇടിച്ച് പൊട്ടത്തുമില്ല. നമ്മളത് ഒരു നേക്കിനൊക്കെ കൊണ്ടുപോകണം. പക്ഷേ ആദ്യത്തെ തവണ എനിമിയുടെ മിസൈൽ കൊണ്ട് നമ്മൾ പടമാവുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ഒരു റിവെഞ്ച് ഫയർ ഇങ്ങനെ കയറി വരും. അതിൻ്റെ പുറത്ത് ഇരുന്നങ്ങ് കളിക്കും. ഒരു രക്ഷയില്ലാത്ത ഗെയിമാണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് ചുമ്മാ വെടിവെക്കുക എന്നുള്ളതിനപ്പുറം ഓരോ പെർട്ടിക്കൽ സാധനങ്ങളെ നശിപ്പിക്കാനും ഓരോ പെർട്ടിക്കൽ മിസൈൽസും ഗണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പുറകിൽ വേറൊരു ഫൈറ്റർ ജെറ്റ് വരുന്നുണ്ടെങ്കിൽ താഴെയായിട്ട് ഒരു റെഡ് കളർ മാർക്ക് കാണിക്കും. റഡാർ വാർണിംഗ് കാണിച്ചു കഴിഞ്ഞാൽ എനിമി ഫൈറ്റർ ജെറ്റ് നമ്മളെ ലോക്ക് ഇൻ ചെയ്തു എന്നാണ് അർത്ഥം, മിസൈൽ അയക്കാനായിട്ട്. ആ മിസൈൽ അയക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയർ ചെയ്യണം. അറ്റ് ദ സെയിം ടൈം തറയിൽ കുറേ മാനസിക രോഗികളും മിസൈലും വെച്ചുകൊണ്ടിരിപ്പുണ്ട്. ബേസ് നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു മിസൈലാണ് ഉപയോഗിക്കാനുള്ളത്. ഇനി ഫ്രണ്ടിലൊരു ഫൈറ്റർ ജെറ്റ് ഉണ്ടെന്ന് വെച്ചോ, അവനെ നശിപ്പിക്കാൻ വേറൊരു മിസൈലാണ് നമ്മൾ ഉപയോഗിക്കാനുള്ളത്. പിന്നെ ഫ്രണ്ടിൽ നിൽക്കുന്നവനെ നമ്മൾ വെടിവെച്ചിട്ടു. അപ്പോഴത്തേക്ക് അവൻ അവിടെ സ്ലോ ആയേ, അവൻ്റെ കുണ്ടിക്ക് പോയി നമ്മുടെ മൂക്കിടിക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ എയറിൽ നിന്ന് പ്ലെയിനിനെ ബ്രേക്ക് ചെയ്യണം. അങ്ങനെയുള്ള കുറേ സെറ്റപ്പുകളുണ്ട്. അന്യായ ഗെയിമാണ്. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ആഴ്ചത്തെ അല്ലെങ്കിൽ ഈ മാസത്തെ ഏറ്റവും മികച്ചതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് ഗെയിമുകൾ. ആക്ച്വലി ഞാനൊരു സത്യം പറയാം നിങ്ങളടുത്ത്. ഈ ഗെയിം ഡൗൺലോഡ് ചെയ്ത് ഞാൻ വെച്ചിട്ട് 2 ആഴ്ചയായി. അപ്പോൾ 2 ആഴ്ച മുന്നേ ഉള്ളതാണ് ഈ ഗെയിം. അതായത് മാർച്ച് മാസം ഇടേണ്ട ഗെയിമുകളാണ് ഞാൻ ഈ മാസം എന്ന് പറഞ്ഞ് നിങ്ങളെ ഞാൻ ഇപ്പോൾ പറ്റിച്ച് തേച്ചൊട്ടിച്ചത്. അടുത്ത മാസം നിങ്ങളെ വീണ്ടും മൂഞ്ചിക്കാനായിട്ട് ഞാൻ വേറെയും കുറേ ഗെയിമുകൾ പോയിട്ട് വരും. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ.